ആ സാറ് ഇറക്കിയിട്ട് മാറ്റിക്കോളൂ. കണ്ണി സാറേ ഇത് രാവിലെ ആയോ?
കർത്താവിൻ്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റുചെറുകൾ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാം മിശിഹാതൻ കാരുണ്യവും ദാതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകെ. സ്നേഹമുള്ളവരെ, ഇടവക മധ്യസ്ഥയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മൾ ഇന്ന് മറിയം ത്രേസ്യാമ്മയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർത്തോമാ ശ്ലീഹായുടെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിത വഴികൾ വിശുദ്ധിയിലൂടെ നടക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്കായിട്ട് വഴി കാണിച്ചു തന്ന് കടന്നുപോയവർ കാണിച്ചു തന്ന വഴിയിലൂടെ ക്രിസ്തീയ ജീവിത മാതൃകകൾ വിടാതെ പിച്ചലാനായിട്ട് സ്വർഗീയ വൃന്ദത്തോടൊപ്പം നമ്മളും സ്വർഗീയ സന്തോഷം അനുഭവിക്കത്തക്ക രീതിയിൽ നമ്മുടെയൊക്കെ ഈ ലോക ജീവിതം ക്രമീകരിക്കാനായിട്ട് വലിയ കൃപയ്ക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ പ്രേക്ഷിതയായിട്ടുള്ള വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മധ്യസ്ഥത്തിലൂടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും വിശുദ്ധിയുടെ സ്നേഹത്തിന്റെ വിളനിലങ്ങളായിട്ട് നമ്മുടെയൊക്കെ ഭവനങ്ങൾ മാറ്റപ്പെടാനൊക്കെ വേണ്ട വലിയ കൃപ നൽകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനായിരിക്കുക ഏറ്റവും സ്നേഹമുള്ള മാത്യൂസ് ബൈബിളേഴ്സനാണ്. അച്ഛൻ നോയിഡയിൽ താമസിക്കുന്നു, സംഗീതത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനാണ്. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഗുരാടി ഇടവക സമൂഹത്തിലേക്ക് എല്ലാ ഇടവകങ്ങളുടെ പേരിലും ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ നമുക്ക് വചന സന്ദേശം നൽകുക ജോർജ് കാരാവേലി അച്ഛനാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനാണ്, നമ്മുടെ അയൽവാസി കൂടിയാണ്. അച്ഛനെയും ഏറ്റവും ഹൃദ്യമായിട്ട് ഇടവക സമൂഹത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. തിരുനാളിന്റെ സന്തോഷം പൂർണ്ണമാക്കാനായിട്ട് നമ്മോടുകൂടെ ആയിരിക്കുന്ന ജോൺസൺ അച്ഛനെയും ജോസഫ് അച്ഛനെയും ഏറ്റവും ഹൃദ്യമായിട്ട് ഇടവക സമൂഹത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ മാതാവിനോടും മാർത്തോമാ ശ്ലീഹായോടും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയോടും പ്രാർത്ഥിക്കാം. ഇടവക സമൂഹം വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവമായിട്ട് മാറാൻ, നമ്മുടെ കൂട്ടായ്മയുടെ സന്തോഷത്തിന്റെ വലിയ ആഘോഷമായിട്ട് തിരുനാൾ മാറാനാണ് വലിയ കൃപ നൽകണമെന്ന്
ഈശോയുടെ സ്നേഹവിളി നമുക്ക് ഒന്നുചേർന്ന് അർപ്പിക്കാം. പീഡാസഹനങ്ങളുടെ സ്മാരകമാണ് വിശുദ്ധ കുർബാന. നാം ഇന്ന് ഈ ബലിവേദിക്ക് ചുറ്റും ഒരുമിച്ച് കൂടി നമുക്ക് നന്ദിപൂർവ്വം ഈ സന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വിശുദ്ധതയിലൂടെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടെ ഓർക്കാം. അതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയുടെ സന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർലോകത്തിൽ സർവേശ്വരനും സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാവേ, നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിട
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്ന സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു.
സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും വർദ്ധനമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 2, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്റെ മകനെ, നീ കർത്തൃശുശ്രൂഷയിൽ ഒരുപെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതരരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർത്ത് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. വാഴ്ത്തിപ്പാടുന്നു
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമടയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലോ അനുഗ്രഹത്താൽ ഞങ്ങൾ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന അധ്യായം 2 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഗുരുവായി ചിന്തിക്കണം. അനുഗ്രഹിക്കട്ടെ. എന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ ദൈവത്തിലൂടെ ദൈവത്തിന് വൃദ്ധനായി ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്റെ സ്നേഹം